ഇന്ന് നമുക്ക് ഇഫ്താറിനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം. അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ഒരു 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലും അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വെക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു ഇത്തിരി ഓയിലും കൂടെ ആക്കിയിട്ട് നമുക്ക് മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് തൈരും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതും പിന്നെ ഒരു സവാളയും കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ഷവർമ ഫില്ലിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ചെയ്യണത്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് മയോണൈസാണ്. ഞാനിവിടെ ഒരു പുഴുങ്ങിയ കോഴിമുട്ട വെച്ച് ചെയ്തിട്ടുള്ള മയോണൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് പുഴുങ്ങിയ കോഴിമുട്ട വെച്ചിട്ടുള്ള മയോണൈസ് ചെയ്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിൽ മാറ്റി വെക്കുക. ഉപ്പ് വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്താൽ മതി. അതുപോലെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒന്നങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തണ്ട, കുറച്ച് കട്ടിയിൽ ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഷവർമ ഫില്ലിങ് അതിന് പകരം നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ബൺ ഷവർമ പോലെ നല്ല ടേസ്റ്റ് ആവും കഴിക്കാനായിട്ട്. ഇനി ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ മോമോസിനൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്നങ്ങ് ഞൊറിഞ്ഞു കൊടുക്കുക കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബൺ ഷവർമക്കുള്ള ആ ഒരു ബൺ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയുടെ അകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ ബണ്ണും ഈ ഒരു കോഴിമുട്ടയുടെ അകത്ത് അതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിൻ്റെ അതൊന്ന് റോൾ ചെയ്തെടുക്കുക. എല്ലാ ബൺ ഷവർമയും ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പുറമേശം പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു ഉൾവശം വേവാതെ പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡും ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിനുള്ള മാവ് നേരത്തെ കുഴച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത്. പുറമേശം നല്ല സോഫ്റ്റാണ്, ആ ഒരു ബൺ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉൾവശമാണെങ്കിലും ആ ഒരു ഷവർമയുടെ ഫില്ലിംഗ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ നോമ്പിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുതിയ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്